when it comes to the Garcias, I'm the good boy. Free fight? That certainly is no Griza. Where's the food? The girls? ആ വീഡിയോ ശരിയായില്ല ഞാൻ തരാം. നമുക്ക് തട്ടിക്കളയാം. ഈ വണ്ടി എവിടെ നിന്നാണ് പൊക്കിയത്? പൈസ പൈസ ആ പിന്നെ തരാം. അല്ലെങ്കിൽ ഇപ്പൊ തരാം. ലോട്ടറി ടിക്കറ്റ്. ആ ലോട്ടറി ടിക്കറ്റ് 50 ലക്ഷത്തിന് ഗുജറാത്ത് ലോട്ടറിയാ. ഈയിടെ ജോസ് ഈ 50 ലക്ഷം അടിച്ചാലുണ്ടല്ലോ നിന്റെ ജ്യൂസ് പോകും. ഓസം കൊണ്ട് നടക്കാം. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൺഫ്യൂഷന്റെ കാര്യമൊന്നുമില്ല. ഞാൻ കൊടുത്ത ആദ്യത്തെ റിപ്പോർട്ട് ഇറ്റ് വാസ് എ ടെക്നിക്കൽ മിസ്റ്റേക്ക്. പക്ഷേ അത് ബോധപൂർവമായിരുന്നില്ല. അപ്പോ രണ്ടാമത്തെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന സമയമാണോ ശരി? അതുകൊണ്ടാണ് പിന്നീട് സംശയം ഉണ്ടാകണമെന്ന് കരുതി ഞാൻ തന്നെ എക്സ്പ്ലനേഷൻ കൊടുത്തത്. അതും ഈ ഫയലിലുണ്ടല്ലോ. ഒരു പരിചയമില്ല. അവരുടെ ഡെഡ് ബോഡീസ് പോസ്റ്റ്മോർട്ടം ചെയ്തു. ആ ഒരു പരിചയമുള്ളൂ. ആ കേസൊക്കെ തെളിഞ്ഞിട്ട് ഒരുപാട് കാലമായില്ലേ?
ഈശോയും മാണിക്കുഞ്ഞും തമ്മിൽ എന്തിനുണ്ട്? തീർച്ചയായും പോലീസ് എന്ന് പറഞ്ഞതുപോലെ മാണിക്കുഞ്ഞ് ദൈവത്തെ ഓർത്ത് എഴുതിയൊന്നുമല്ല. ആണെന്ന് ഞാനും വിശ്വസിക്കുന്നില്ല. പക്ഷേ തൽക്കാലം ഈശോ ഒരു ഊരാപ്പെടുത്തുന്നു. സർ, കേട്ടിടത്തോളം ഈ മാണിക്കുഞ്ഞ് വലിയൊരു ഫൈനാൻസറാണ്. വളരെ വലിയ തുകകൾ വലിയ പലിശയ്ക്ക് കൊടുക്കുന്നത്. അങ്ങനത്തെ കൊടുക്കൽ വാങ്ങലുകളിൽ ശത്രുക്കൾ ഉണ്ടാകുന്ന സ്വാഭാവികമാണ്. അങ്ങനെയാണെങ്കിലും രക്ഷാക്കി ആ സാധ്യത ഒരിക്കലും നൽകുന്നതാണ്. പക്ഷെ അത് നമ്മൾ എങ്ങനെയാണ് ആരോട് ചോദിച്ചത്? മാണിക്കുന്നു എനിക്കാണെങ്കിൽ ആ സ്വാമിയുടെ ഫോട്ടോ കണ്ടാ മതി, അപ്പൊ വയറുകളാ തുടങ്ങും. ഹൗസെ പറ്റി പേടിക്കണം. വളരെ ബുദ്ധിമുട്ടി വീണ്ടും ഇങ്ങോട്ട് ട്രാൻസ്ഫർ വാങ്ങിയിട്ടുണ്ട് സത്യദാസ്. എന്തിനാ? ഓ, ഹൗസെ പച്ചൻ അത് ഇഷ്ടമാവില്ലെന്ന് അറിയാം. ഈ സമയത്ത് അവൻ ഇവിടെ ഉള്ളത് നമുക്കൊരു അന്ന് ഞാനവനെ എത്ര പണപ്പെട്ടിട്ടായി ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചത് തനിക്കറിയാവോ? സഹിക്കാണ്ടിട്ട് എടോ, എവന്റെ തന്ന ഉറക്കത്തിലെങ്കിലും പാവായിരുന്നു. ഉറക്കത്തിലും പഴയ രണ്ട് പാവപ്പെട്ട എന്റെ മരുമകൻ ജോലിക്കുട്ടിയുടെ കൂടെ നല്ലത്. അവനെ അറിയാനിട്ടല്ല, വിഷവും മരുന്നാവും. ഓ, നമ്മൾ ഭയപ്പെടുന്ന വിഷയം കൂടാതെ ഔസേപ്പച്ചന്റെ ടൈലർ മണി അടിയോടി. ശരി സർ. ഗണേഷ്, ഹലോ. ആ ഫയലിംഗ് Free Fire. ബിൽഡിംഗാണല്ലോ നോക്കുന്നേ. ആ, എവിടം വരെ എത്തി? ആ ഇന്ന് അസ്തമയത്തിന് മുമ്പ് കാണാനും പറ്റും. ഇല്ലെങ്കിൽ സൂര്യ എന്താ കളി? ലേശം കഴിയും. അതങ്ങനെ കൊടുക്കൂ. കൊടുക്കാമേ. എന്താ ആ കുട്ടി സിമ്പതി സൂക്ഷിക്കണം. ഇതാ പിന്നീട് വളർന്ന് 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 പന്തല്. ഇതിനൊരു നാവ്
ഈ മാണിക്കുഞ്ഞിന് ശത്രുക്കൾ ആരെങ്കിലും ഉള്ളതായിട്ട് അടിയോടിക്കറിയാമോ? വാങ്ങുള്ള ആളായിരുന്നു. അല്പമൊക്കെ ശത്രുക്കൾ ഉണ്ടായിരുന്നു സാർ. അവരിൽ ഞാൻ ഇവിടെ വന്ന് പറഞ്ഞതായിട്ട് പറഞ്ഞിരുന്നു സാർ. വല്ലാത്ത ഭയമുണ്ട്. ഒന്നും സംഭവിക്കില്ല, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ശത്രുക്കൾ പുറത്തുള്ളവരല്ല, കൂടെയുള്ളവർ തന്നെയാണെന്ന് ഞാൻ പറയും. കൂടെ ഉള്ളവരെന്ന് പറയുമ്പോൾ മാണിക്യന്റെ പാർട്ട്നേഴ്സ് കോളാടി വർക്കി മാളിയേക്കൽ അവസരപ്പച്ച് അതെ സാർ. പക്ഷേ നാരായണന്റെ അപകടമായിരുന്നു, അല്ലാതെ ആരും കൊന്നൊന്നുമില്ല. വൈകിട്ട് നടക്കാൻ പോകുന്ന ഇടയിൽ നാരായണൻ ചായ എത്തിക്കാൻ ഈ അവസരപ്പച്ചനും പണ്ടും കോടതിയുടെ കുഞ്ഞായിട്ട് അയാളുടെ മകനോ ആ കേസിൽ ഇപ്പോഴും ജയിലാണെന്ന് തോന്നുന്നു. അതെന്ന് തോന്നുന്നു. ഏതായാലും ഇവിടെ ഉള്ളവരല്ല, ഇടയ്ക്ക് വന്ന് താമസാക്കുക. ഔസേപ്പച്ചന്റെ ഭാര്യയും മാണിക്കുഞ്ഞു സാറും അങ്ങനെ ഒരു ബിസിനസ്സിൽ പറഞ്ഞേക്കായി. അല്ലാതെ ഇതൊന്നും അന്ന് നിങ്ങളെ ശ്രദ്ധപ്പെട്ടില്ല. അന്ന് ഈ കേസിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അന്വേഷണം ഉണ്ടാവാതെ. പാർട്ട്നേഴ്സ് അന്വേഷണം സ്റ്റഡിയോട് പറഞ്ഞല്ലോ. എന്താ അങ്ങനെ തോന്നാൻ? മാണിക്കുഞ്ഞ് എത്തുന്നതിന് മുമ്പ് ഭൂരിഭാഗം സ്വത്തുക്കളും മറ്റു അപ്പൊ ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് മനസ്സിലാക്കാം. 23 വർഷം ഞാൻ അറിയാത്ത ഒരു രഹസ്യം അദ്ദേഹത്തിനുണ്ടായിട്ടില്ല. അങ്ങനെയുള്ളപ്പോ ഇങ്ങനെ സ്വത്തുക്കൾ വിൽക്കാൻ പോകുന്ന കാര്യം എന്നോട് ആലോചിച്ചിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. വിറ്റ ശേഷം പറയുക സാർ. എനിക്ക് ആ കച്ചവടത്തിൽ സംശയമില്ല. ഇങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഞങ്ങളോടോ ആദ്യം അന്വേഷിച്ച പോലീസ് എങ്ങനെ മനസ്സിലായി അവർ തട്ടിയെടുത്തത്? ചത്ത തലയിൽ നിന്ന് മാണിക്കുഞ്ഞ് പറഞ്ഞു, അതോ മറ്റുള്ളവരും പറഞ്ഞു? വെറും സംശയത്തിന്റെ പേരിൽ അപമാനിച്ചിട്ടുണ്ടല്ലോ. Take me? You can't! ഇത് ഇപ്പൊ പറഞ്ഞത് ഒരിക്കലും മറക്കാതിരിക്കാൻ. Don't believe Shiro. When it comes to the Garcias, I'm the good boy.